കഴിഞ്ഞോ? എന്നാ കഴിഞ്ഞു ഇപ്പൊ നമ്മള് രണ്ടാമത് ചോറ് വെച്ചതേനു അത് കരുതിയിട്ടുണ്ട്. എന്താ പറയല്ലേ? കൈവച്ചാൽ അബദ്ധമാണ്, കാര്യമില്ല, ഉപയോഗശൂന്യം. ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് സൺഡേ, ഇന്ന് ക്യാമ്പില്ല. അപ്പോ വൈകുന്നേരം ഇനിയിപ്പോ ക്യാമ്പിൽ അല്ല, ജസ്റ്റ് നമ്മള് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇപ്പോ ഉച്ചൊരു 12 മണി അങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കണോ? എന്താ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ചോദിച്ചു നോക്കാം. കുറച്ചിങ്ങോട്ട് നമ്മളെ കുക്ക് മാറിയിട്ടുണ്ട്. അദ്വൈതനെടുക്കുന്ന ഞാൻ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടുണ്ട്. എന്താവുമെന്ന് നമുക്ക് നോക്കാം. ഫുഡിലേക്ക് കടക്കാം. സാധാരണ നമ്മള് കുക്ക് എന്താ പറയുള്ളത്, ഋഷി എന്റെ ശിഷ്യനാണ്, നന്നായി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കുളിച്ചിട്ട് വരാം. അദ്ദേഹം നാട്ടില് ഒരു തട്ടാട തുടങ്ങുന്ന കാലം പറയുന്നുണ്ട്. തട്ടുകട തുടങ്ങുന്നുണ്ട്. IB സിറ്റി എല്ലാ കേസിലും ആളെ ജോലി കൊടുക്കുന്നതായിരിക്കും. IB തട്ടുകട. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഋഷി ഇന്നൊന്ന് ഉണ്ടാക്കുന്നത് നമ്മള് സോയാബീൻ ബിരിയാണിയിലേക്കാണ് കിടക്കുന്നത്. സോയാബീൻ ബിരിയാണിയാ? യെസ്. അദ്വൈത് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് എന്താവും അറിയില്ല. നോക്കാം. ഉമ്മ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ഉമ്മാൻ്റെ ഒരു കാര്യം ഇതെല്ലാം വീട് വന്നിട്ട് പഠിച്ചതാ. ഇനി നാട്ടിൽ വന്നിട്ട് മുറിച്ചുതരാം. ഓക്കെ. അപ്പൊ ഗൈസ്, ഇത്രക്കാരം ഉള്ളിയും തക്കാളിയെല്ലാം ഞാൻ ഒറ്റക്കാ മുറിച്ചത്. ഇതേനാ പഠിച്ചതിനൊക്കെ ഒരു കൈ വന്ന് കയ്യല്ല. എന്താ എനിക്കെന്താ പറയാനുള്ളത്? എന്റെ മുറിക്കൽ എന്താ പറയണ്ട? ഫ്ലോപ്പായ ഒന്നും പറയാതെ പരീക്ഷണങ്ങളായി നമ്മൾ പലരും പരീക്ഷ കൊടുക്കും. അദ്വൈതിന്റെ സാന്നിധ്യം അനുയോജ്യമായി. സോയാബീൻ ഇപ്പൊ എന്നിട്ട് ചിക്കൻ മസാല ചിക്കൻ പീസാണെന്ന് കരുതി കഴിച്ചു നോക്കുന്ന ചിക്കന് ടേസ്റ്റ് കിട്ടല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ധാർവാടിയിലുണ്ടായി. ഓനെ ഞാൻ ചിക്കൻ മസാലയിൽ ചിക്കൻ എടുത്തിട്ട് പറ്റിച്ച് ചിക്കനാവാത്ത വളരെ വിശ്വസിച്ച് വളരെ അനുഭവം കൂടി ആക്കിത്തരാൻ ഞാൻ ആക്കി കൊടുത്തു. അപ്പോ നമ്മളെ റൂമിലെ ഒരു കുക്കായത് ഋഷി. ഇത് പഠിച്ചോണ്ട് വരുന്ന കുക്ക് കൊണ്ടിരിക്കുന്നതല്ല, ഓനെ പഠിപ്പിക്കുന്നേ. ഒരവസരം ഇന്ന് കൊടുത്തിട്ടുണ്ട്, നോക്കാം. നാളെ ഞാൻ തന്നെ കുക്ക് ചെയ്യേണ്ടി എനിക്ക് തോന്നുന്നേ. 3 വിസിലായില്ലേ? 3 5 വിസിൽ. 5 വിസിൽ അടിക്കണം കേട്ടാ. 3 വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് വേവൂല. ഓക്കെ, കുക്ക് ഒന്ന് പറഞ്ഞ 5 വിസിൽ വേണം. വിസില് പറഞ്ഞു. ഒരു വിസിലും കൂടി ആയാലും ഓഫാക്കാം. ഇപ്പം പറഞ്ഞപ്പോ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ചോറ് വേവൂലേ? ശരിക്കും ഇവരൊന്ന് ഉണ്ടാക്കിയിട്ട് ചോറെല്ലാം കരിഞ്ഞിട്ട് ഒന്നുണ്ടാക്കി. അത് ചോറ് കരിഞ്ഞതല്ല, അത് ഇവൻ ഡ്രൈ ആക്കിയത്. ഡ്രൈ ചോറല്ലേ? ചോറ് പൊരിച്ചു തന്നെയാണ്. ചിക്കൻ കറി ഷെഫിനോട് ഉപ്പുണ്ടോ ഓക്കെ. ഓക്കെ. ഷെഫിന്റെ ഇത് കിട്ടി, ഉത്തരവ് കിട്ടി. ഇനി ഉണ്ടാക്കാം. മസാലയാണ്.
ചിക്കൻ മസാലയ്ക്ക് ശേഷം അയ്യൂർ ചിക്കൻ മസാലയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് താഴെ കൊടുക്കാം. ചോറ് കാണുമ്പോ അത് അന്ന് കഴിച്ചത് അന്ന് വിസിലടിഞ്ഞിട്ടില്ല. ഷെഫിന് കുശുമ്പ് കുത്തുന്നുണ്ട് കേട്ടാ. നാളെ ഒരു കൊക്ക് മാറുന്നതായിരുന്നു. 5 വിസിൽ ഞാൻ പറഞ്ഞെടുത്തു, വെള്ളം ഞാൻ പറഞ്ഞെടുത്തു, അരി ഞാൻ പറഞ്ഞെടുത്തു. എന്നിട്ട് അടുപ്പിച്ച് വെച്ചതിന് ഷോ പഠിച്ചില്ലേ? ഞാൻ കണക്കാക്കാലോ. എനിക്ക് കുക്ക് വിശ്രമിച്ചോ. 2 കപ്പ് അരി വന്നിട്ട് 3 കപ്പ് അരി ആക്കിയവനാക്കില്ല. എന്റെ 2 കരിയും വരും. അപ്പോ അത് എന്റെ കയ്യിലൊന്നുള്ള ഇത് താഴത്തെ വേണ്ടി തന്നെയാണ്. ബ്രെഡ്, ആപ്പിള്, പപ്പടം, പിന്നെന്താ മിക്സ്ചർ, എന്തെങ്കിലും ഇതൊന്നും സാധനം പ്രീ വർക്കൗട്ട്. അടുക്കള വെക്കാം. ഇപ്പൊ വർക്കൗട്ടിന് മുന്നേ ഉള്ള പ്രീ വർക്കൗട്ടാ. അപ്പോൾ അദ്വൈതിൻ്റെ സെഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ട്. അദ്വൈതിനെന്താ പറയാനല്ലേ നോക്കാം. അദ്വൈത് സെഷനെ പറ്റി ഇന്നത്തെ വിശദീകരിക്കും. ഇന്ന് സ്പീഡ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് പാസിങ് കൂടി ചെയ്യണം. പിന്നെ കുറച്ച് ലോങ് ബോൾ ശരിയാക്കാണ്ട് അത് ഇന്ന് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് കണ്ട് പഠിക്കുകയും ചെയ്യണം. ഇന്നത്തെ പണി. ഇന്ന് ജസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ വർക്ക് നമ്മളിപ്പോൾ വൈകുന്നേരം ചെയ്യുന്നത്. ഇന്ന് ക്യാമ്പ് ഓഫ് ആയതുകൊണ്ട് നമ്മൾ വെച്ച് വൈകുന്നേരം ഇൻഡിവിജ്വൽ ചെയ്യാന്ന് അല്ലേ? കണ്ടുപിടിക്കാൻ കളിക്കാൻ അറിയില്ല. കണ്ടുപിടിച്ചിട്ട് ഇറങ്ങിയാൽ അങ്ങനെ കളിയിലേക്ക് കടക്കാന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തെ ഐഡലാക്കിയാലേ എവിടെയും എത്താൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആ ഒരു പാതയിലേക്ക് പിന്തുടരും. 2 ബോളിനെ വർക്കൗട്ട് ചെയ്യുന്ന മതി. ഒരു ബോൾ പോരാ. 2 ബോളുണ്ടെങ്കിലാണ് ഇത് ഫിറ്റാവുക. ഏത് ഫില്ലാവാ? പയറാ. ഇതിന്റെ ഒരു ബോളിൽ ഹാസ്യം മിസ്സായി അടുത്ത ബോൾ എടുക്കുക. ഈ ബോൾ ആരെടുക്കാൻ പോവാ? അല്ല പെട്ടെന്ന് എൻ്റെ അടുത്ത് സെറ്റിൽ ഞാനുണ്ടല്ലോ, ബോൾ ബോയ് ഉണ്ടല്ലോ. ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ടൈം ഈസ് വാല്യൂബിൾ. അപ്പോൾ ഗൈസ് നമ്മൾ നോക്കുമ്പോൾ ഗ്രൗണ്ടിൽ കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെന്താ ചെയ്യുക? പിള്ളേരെല്ലാം കട്ട് ചെയ്ത് കളിക്കുന്ന കാണാമല്ലോ. ഡബിൾ അദ്ദേഹത്തിന്റെ മാക്സിമം സ്കിൽസ് നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നു. അതുകൊണ്ട് ഭാഗ്യം. പിള്ളേർക്ക് ഇന്ന് ഭയങ്കര ഭാഗ്യമാണ്. ഇത്ര വലിയൊരു പ്ലെയർ വന്നിട്ട് കളിക്കുന്നുണ്ടാ? മാക്രിയാ വേണ്ടത്. അതെ പിള്ളേരോട് എന്താ പറയുന്നത്? ഇങ്ങനെ വിളിക്കുന്നതാ? ഏത് ഇനി രാവിലെ പറ്റിച്ച പിള്ളേരത്? രാവിലെ പറ്റിച്ച പിള്ളേരത്? ഞാനില്ല 3 പിള്ളേർ കളിച്ചിരിക്കുന്നത്. അത് ആരാന്നൊക്കെ ഓർമ്മയില്ല. 3 പിള്ളേരുടെ എപ്പോഴും ആടെ കളിച്ചു. പിള്ളേർ ബോൾ എടുത്തിട്ട് പോവോ? അപ്പോൾ ഗൈസ് ഇന്നത്തെ പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നാലും വിചാരിച്ചത്. പക്ഷെങ്കിൽ കുറേ പിള്ളേരിങ്ങനെ ചെറിയ പിള്ളേരാണ്. അന്നേരം പിള്ളേരെല്ലാം വിചാരിച്ച് നമ്മൾ ഭയങ്കര വലിയ പ്ലേയേഴ്സാണ്. അതേതിൽ ഇൻസ്റ്റയിലടക്കം മേടിച്ചിട്ടുണ്ട് പിള്ളേർ. എന്താ പറയുന്നത്?
പിള്ളേർ ലോഡ് പിള്ളേർ പുള്ളി ഇൻസ്റ്റ ഐ ഡി മേടിച്ചോണ്ടിരിക്കല്ല. ഇൻസ്റ്റ ഐ ഡി വെച്ചു. ഞാൻ ഫോൺ അടിച്ചില്ല. പിന്നെ ഇൻസ്റ്റ ഐ ഡി ഓർമ്മയില്ല. ഒരു അണ്ടർസ്കോഡെല്ലാം ഉള്ളതുകൊണ്ട് പിള്ളേർ പറഞ്ഞ് ഫോളോ ചെയ്യാൻ മടിയായിട്ട് എൻ്റെ പിള്ളേർ ഇൻസ്റ്റ ഐ ഡി വാങ്ങിയിട്ടുണ്ട്. ഫോളോ ചെയ്യണം. എല്ലാവരും ഐ ഡി അയച്ചു ഫോളോ ചെയ്യുന്ന പറ്റും. ഞാൻ പറഞ്ഞു പ്രൈവറ്റ് അക്കൗണ്ടാണ് അതുകൊണ്ടാണ് നോക്കുമ്പോൾ പറഞ്ഞു വലിയ പ്ലെയറാണ് ഫേമസ് പ്ലെയർ ആണ്. പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ കുറച്ച് സമയം പാസ് ചെയ്തു. പിള്ളേർ ഗ്രൗണ്ടിൽ കളിക്കുന്നില്ല. അതിന് പുറത്ത് ദിവസം പാസ് കളിച്ച് പിന്നെ അപ്പാടനെ പിള്ളേർ നമ്മളെ കളിക്കാൻ വെയിറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞ് കളിച്ചോ പറഞ്ഞു. പക്ഷെ പിള്ളേർ നമ്മളെ തന്നെ കാത്തുന്നു. ലാസ്റ്റ് ഒരു 15 മിനിറ്റോളം ഉറപ്പിനെ കളിക്കുമ്പോൾ തന്നെ ലേറ്റായിട്ടായി. പിന്നെ കുറച്ച് HDT വർക്ക് സാൻഡ് പിറ്റിന്ന് ചെയ്തു. അത്രയും നിന്ന് വേറെ വിചാരിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് HDT വർക്ക് മാത്രം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബോൾ വർക്കായി പാസിങ് മാത്രം. രാവിലെ ഇൻഡിവിജ്വലായിട്ട് വന്നിട്ട് ബോൾ മാസ്റ്റർ ചെയ്തിന്. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ചെയ്ത പോലെയായി. ഇല്ല ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ ഗൈസ് റൂമിലെത്തി ഫ്രഷായി. ഇനിയിപ്പോൾ രാത്രി തന്നെ ഭക്ഷണം ഉണ്ടാക്കണോ. രാത്രി പിള്ളേരാണെന്ന് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പിള്ളേരോട് ഇപ്പോൾ കൂടണം, അല്ലെങ്കിൽ ഇനി രാത്രിത്തെ കിട്ടൂല. സാറിന് കൊണ്ടുവന്നത് ചിക്കനാണ്. ചിക്കൻ കഴിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കും എപ്പോഴും ഇവിടെ ചിക്കനും മീനും ഇതില്ല. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് മാത്രം സാറ് ചിക്കൻ കൊണ്ടുവരും. സൺഡേയും വെനസ്ഡേയും പിന്നെ നോൺ വെജ് തരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ പിള്ളേർ പോയിട്ട് സഹായിക്കണം. പിന്നെ നിങ്ങളുടെ ഒരു കാര്യം, ഞാനിപ്പോൾ തുടങ്ങിയത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, പിന്നെ ലൈക്കും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ആക്കണമെന്ന് എന്തെങ്കിലും അതിലൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ചെയ്യും. ഇങ്ങനെ ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വെറുതെ കമൻറ്റ് ഇട്ടാളാം. പിന്നെ കുറെ തീയും അതെല്ലാം വെറുതെ കിട്ടാം. പിന്നെന്നാ അപ്പോൾ ഇന്നത്തെ ഇതിലേക്ക് പോവാം. അപ്പോൾ ഋഷി ഇന്ന് ചിക്കൻ ആയതുകൊണ്ട് എന്താ സ്പെഷ്യലി? ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ചിക്കൻ ബിരിയാണിയിലേക്ക് തന്നെ കിടക്കാം. ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊളിച്ചിട്ട് ചിക്കൻ ബിരിയാണി ആക്കാം. നമുക്ക് കേരള സ്റ്റൈലിൽ ബൽഗാമിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടുത്തെ കുക്ക് മാറിയിട്ടുണ്ട്. സ്വർണ്ണ കുക്കിനെ രണ്ടും മിക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന രണ്ടും എല്ലാം കൂടി ഒപ്പരം കൂട്ടിക്കളക്കാം. കുക്കറിനൊരു ചെറിയൊരു ഡാമേജ് ഉണ്ട്. കുക്കറിന് ചെറിയൊരു ലീക്ക് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മളെ മൊത്തി അല്ലെങ്കിൽ ചോറ് ഏതെങ്കിലും ഒന്നാ ബാക്കി ഉണ്ടാവും. എന്നാ കഴിഞ്ഞു അത് വീച്ചിലടിയൂലടത് കരിഞ്ഞി മണടിക്കുക. അരി പോയി കഴിച്ചു അങ്ങോട്ട് നോളെ. എന്താ മണോ കരിഞ്ഞി. മറ്റേതെല്ലാം മരിക്കുമ്പോൾ നമുക്ക് രീതിയിലേക്ക് മാറ്റാം. അതിലേക്ക് നോക്കാം. എന്തായി ഞാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. കറക്റ്റ് സമയത്തിന് ഇടപെട്ടോണ്ട് താങ്കളുടെ ഈ പാളിച്ചൽ എന്താണ് പറയുന്നത്? ഇതൊന്നും ഒരു പാളിച്ചല്ല. ഇത് അടിയിൽ മാത്രമേ കുക്കറിന്റെ പ്രശ്നമാണ്. എന്താ പ്രശ്നമാണ് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ ഗൈസ് ഇതും കരിഞ്ഞി. ഇപ്പൊ നമ്മള് രണ്ടാമത് ചോറ് വെച്ചതേനു, അത് കരിഞ്ഞിട്ടുണ്ട്. എന്താ പറയല്ല, നാട്ടിൽ പോകാൻ ഇതൊന്നും വയറിലാവില്ലല്ലോ അല്ലേ? എനിക്കെന്താ പറയുന്നത്, കുക്കിന് കൈവച്ചാൽ അബദ്ധമാണ്. കാര്യമില്ല, ഉപയോഗശൂന്യം. ഇതൊന്ന് സ്വത്താക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഞാൻ തന്നെ ചെയ്താൽ മതി. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡും കയറും കേട്ടോ. ടീമിന്റെ പോർട്ടലായത് 20 പീസ് ഉണ്ട്. ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് 50% ഡിസ്കൗണ്ടോടെ എത്തിക്കുന്നതാണ്. ഇല്ലേ നേരത്തെ മുളക് പൊടി, ഇപ്പൊ ഈ വാട്ടർ ബോട്ടിൽ വേറെന്തെല്ലാം ഉള്ളത്. ഇത് ഗിവ് അവേ കൊടുക്കുന്നതാണ്. 10 ബോളുണ്ട്. കളിക്കാൻ താല്പര്യമുള്ളവർ
ഫുട്ബോളാണ് ആഗ്രഹിക്കുന്നത്. അദ്വൈത് ഫാൻ കമന്റ് ചെയ്യുക. എന്തെന്ത് അദ്വൈത് ഫാൻ കമന്റ് ചെയ്യുക. അവർക്ക് ഈ ബോൾ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഈ കുക്ക് മാറിയോണ്ട് നല്ല സാധനം 2 ദിവസമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. കുക്ക് കഴിക്കേണ്ട സമയം മാത്രം ആകുമ്പോൾ വരും, ഓടി വരും, കഴിച്ചിട്ട് പോകും. ഓക്കെ, കഴിക്കാം, ബൈ. അപ്പോൾ ഗൈസ് രാത്രി ചായ കുടിക്കാൻ പോയിട്ട് മൂഞ്ചിട്ട് വരുന്നത് നമ്മള് ചായപ്പൊടി കൂട്ടി. നാട്ടിലങ്ങ് നമുക്ക് ഇപ്പോൾ ചായ കിട്ടുകയാണ്. തട്ട് കടയിൽ പോയാലും ഫിക്സ് തന്നെയാണ്. ഇതൊന്നും നടക്കുന്നില്ല. ഇനിയിപ്പോ റൂം പോയിട്ട് അടിപൊളി ചായ കുടിക്കാതെ എൻ്റെ പ്രതീക്ഷ സ്പെഷ്യൽ ഐറ്റം ഗുജറാത്തി ചായ ഉണ്ടാക്കുന്നത്. ഗുജറാത്തി ചായ ഇത് ഗുജറാത്തല്ലേ, ഇത് ബെൽഗാം. സ്പെഷ്യൽ സാധനമുണ്ട് ഗുജറാത്തി ചായ. ആദ്യത്തെ സ്പെഷ്യൽ ഐറ്റം അത് എന്താ ഇന്ന് ചായ ഉണ്ടാക്കുന്നില്ലേ? ഗായ്സ്, ഇന്ന് നമുക്ക് ചായ ഇല്ല, നല്ല ഉറക്കമുണ്ട്. ഇന്ന് 2 പ്രാക്ടീസ് ചെയ്ത് 2 സെഷൻ ഉണ്ടായിരുന്നു. നാളെ രാവിലെ 6 മണിക്കാണ് ടീം ട്രെയിനിങ് കഴിഞ്ഞത്. അപ്പം ഭയങ്കര ടയർഡാണ്. ചായ കുടിച്ചാൽ ഉറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് ചായ ഇല്ല. നാളെ ഗുജറാത്തി ചായ ഉണ്ടാക്കും. ഇന്ന് പ്രീ വർക്കൗട്ടില്ല. ഇന്ന് പ്രീ വർക്കൗട്ടില്ല. പ്രീ വർക്കൗട്ട് നാളെ പ്രാക്ടീസിന് മുന്നേ ചായ ഉണ്ട്. സ്പെഷ്യൽ ചായ ഗുജറാത്തി ഉണ്ട്. ഉറപ്പുമാ. ഉറപ്പ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ കഴിയാണ്. അപ്പോൾ ഇതുവരെ സബ് ചെയ്യാത്ത ആൾക്കാർ, ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊന്ന് ജസ്റ്റ് ചെയ്ത് വെച്ചേക്ക്. ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ, അന്നേരം കുറച്ചൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്നറിയാം. അല്ലാതെ ഇനി ഇമ്പ്രൂവ് ആക്കണം. പിന്നെ വോയിസിന് കുറച്ച് ക്ലാരിറ്റിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ. ഒന്ന് ഈ ഭാവിയിൽ ഇൻഷാല്ലാ ഒന്ന് നല്ലൊരു മൈക്കോ പിന്നെ വീഡിയോ ക്വാളിറ്റിയിൽ എന്താ പറയുക, ഈ ഫോണിൽ നിന്ന് ഇപ്പോൾ മാക്സിമം എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കുന്നത്. ഇനിയിപ്പോൾ അതിനി ഇൻഷാല്ലാ ഇനി ഇമ്പ്രൂവ് ആക്കണം, വേറെ നല്ല ഫോണ് എടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻറ്റ് ബോക്സിലങ്ങ് ജസ്റ്റ് അങ്ങ് ഇട്ടേക്ക്. പിന്നെ അപ്പോൾ ഇനിയും കുറേ വിറപ്പിക്കലും കോമഡിയിലായിട്ട് ഇനി നാളെ വരാം. അപ്പോൾ ബൈ.